താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ സഞ്ജുവേട്ടന്റെ ഒരു ആഗ്രഹം കാരണം നിന്നു കൊടുത്തേ ഉള്ളൂ. ഇതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിക്കേണ്ടതായിരുന്നു. എന്തായാലും പറയാൻ സുഖമുള്ള കാര്യമായതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. നമ്മളിനി ഒരേ വീട്ടിലാ കഴിയാൻ പോകുന്നത്. അതുകൊണ്ട് പഴയ ശത്രുതയെല്ലാം മറന്ന് സൗഹൃദത്തിൽ തുടരുന്നതല്ലേ നല്ലത്. നിന്റെ സൗഹൃദം ഒന്നും എനിക്ക് വേണ്ട. നീ ഇപ്പൊ ഇവിടെ കയറിയിട്ടല്ലേ ഉള്ളൂ. എത്ര കാലം ഇവിടെ പിടിച്ചു നിൽക്കുമെന്ന് കണ്ടറിയാം. നിനക്കിപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. ഞാൻ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച നിമിഷം നീ തോറ്റു ശാലിനി. ഇനി ഇവിടെയുള്ള എല്ലാ കരുക്കളും നിയന്ത്രിക്കുന്നത് ഞാനായിരിക്കും. അതിപ്പം നീയാണെങ്കിലും ശരി. താങ്ക് യു. അപ്പൊ ഗുഡ് നൈറ്റ്. എന്തുപറ്റി ഇത്രയും വൈകിയത്? താഴെ അടുക്കളയിൽ നിന്നും എന്തെങ്കിലും ചോദിച്ചു വാങ്ങി എടുക്കുമ്പോഴേക്കും നല്ല സമയം എടുക്കും. ശാലിനി ചാച്ചു എന്തെങ്കിലും പറഞ്ഞോ? നമുക്ക് ചോദിക്കാം. അതൊന്നും വേണ്ട. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്ക് കൂടെ നമ്മൾ ചെറിയ കുട്ടികളാണോ? നമുക്ക് അർഹിക്കുന്ന ബഹുമാനം കിട്ടിയില്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങണ്ടേ? അങ്ങനെ പിടിച്ചു പറിച്ച് ബഹുമാനം വാങ്ങേണ്ട കാര്യമൊന്നും നമുക്കില്ല. നമ്മൾ അവരെക്കാൾ നന്നായി കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അച്ഛൻ കണ്ട ബഹുമാനം താനേ കിട്ടും. നമ്മുടെ എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു ഈ വീട്ടിലേക്ക് തിരിച്ചു കയറുക എന്നുള്ളത്.